ബിഗ് ബോസ് 7ാം സീസൺ മത്സരാർത്ഥികൾക്ക് 7ന്റെ പണികളുമായാണ് എത്തിയത്. ഇത്തവണ ചില ബിഗ് ബോസ് റിവ്യൂവേഴ്സിനെതിരെയും ബിഗ് ബോസ് നീങ്ങുന്നോ എന്ന ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നടത്തിയ ചില പരാമർശങ്ങൾ. രേണുസുതി ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപേ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ എടുത്ത് വച്ചതിനെതിരെ സംസാരിക്കവെയാണ് ലാലേട്ടൻ റിവ്യൂവേഴ്സിനെയും പരോക്ഷമായി പരാമർശിച്ചത്. ഇത് ശരിക്കും നല്ല പ്രവൃത്തിയാണോ? ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോൽക്കാനും പോകുന്നില്ല. നിങ്ങൾ സ്വന്തമായി കളിക്കണം. ഇത് ജീവിതം പോലെയാണ്. വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും, പക്ഷെ അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും. ഞങ്ങൾക്ക് 7ന്റെ പണി തന്നാൽ നിങ്ങൾക്ക് 8ന്റെ പണി തിരിച്ചു തരും. ഷോയുടെ ആകാംക്ഷ ഇല്ലാതാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ബ്ലോഗുകളും ചെയ്യാതിരിക്കുക. ഇതിനകത്ത് 300-400 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ തന്നെയാണ് ക്രിയേറ്റേഴ്സ് എന്ന് ഒരിക്കലും മറക്കരുത്. ഈ എക്കോസിസ്റ്റത്തിൽ എല്ലാവരും സർവൈവ് ചെയ്യുന്നത് പ്രേക്ഷകരിലൂടെയാണ്. ഷോയോടും പ്രേക്ഷകരോടുമുള്ള അനീതിയാണിത്. ഇത്തരത്തിൽ ലാലേട്ടൻ പരാമർശിച്ച കാര്യങ്ങളിൽ പ്രതികരണവുമായി റിവ്യൂ ചെയ്യുന്നവരും രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനം ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന ചാനലാണ്. ഇന്ന് ലാലേട്ടൻ അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളും പറയണോ, എന്റെ കാര്യവും പറയണമല്ലോ. ഞാൻ ബിഗ് ബോസിൽ പോയ ഒരാളാണ്, ബിഗ് ബോസിന്റെ ഒരു ഭാഗമാണ് ഞാൻ. അതിനകത്ത് പോയ വ്യക്തികൾ വരെ ലീക്കാക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ വരെ ലീക്കാക്കുന്നുണ്ടായിരുന്നല്ലോ പല സീസണുകളിലും. പക്ഷെ എനിക്ക് ഇപ്പൊ പലരും ചോദിക്കും, ചേച്ചി ഇത്തരത്തിൽ താരത്തെ വിമർശിച്ചും സപ്പോർട്ട് ചെയ്തുമുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.